ഹായ് നമസ്കാരം. കുക്ക് വിത്ത് ശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിന്നിവിടെ എൻ്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കിതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഇൻഡോ ചൈനീസ് വിഭവമായ ചില്ലി പനീറായിട്ടാണ്. ഇത് നോൺ വെജിറ്റേറിയൻസിനും വെജിറ്റേറിയൻസിനും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാംസ് പനീർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു മാരിനേഷൻ ആവശ്യമാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം മൈദ വേണം, ഓൾ പർപ്പസ് ഫ്ലവർ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി വേണം. പിന്നെ അത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് ഓയിൽ വേണം. പിന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യമുള്ള വെള്ളം വേണം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്കൊന്ന് കോട്ട് ചെയ്ത് വെക്കാം. അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ചേർക്കണത്. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം കോൺഫ്ലവർ ചേർക്കുകയാണ്. ഞാനിവിടെ 3 ടീസ്പൂണോളം കോൺഫ്ലവർ ചേർത്തു. ഇനി അതിലേക്ക് മൈദ വേണം. ഒരു 2 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ആദ്യം ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതൊന്ന് നന്നായി കോട്ട് ചെയ്തെടുക്കാം. വെള്ളം കുറേശ്ശെ ചേർത്തിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളം കൂടി പോകരുത്. അതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ ആവശ്യമുള്ള മിനിമം ഒരു 2 ടീസ്പൂണോളം അല്ലെങ്കിൽ 3 ടീസ്പൂണോളം മാത്രം വെള്ളം ആവശ്യം മതി. ഇപ്പോൾ അവിടെ ഞാൻ പനീറെല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് വെക്കാം. ഇനി ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓണിയൻ ഇവിടെ ഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ 2 കളറ് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ഹാൻഡ്ഫുള്ള് സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നന്നായി കട്ടയില്ലാണ്ട് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ്. പിന്നെ ഇനി പൗഡറായിട്ട് ഇവിടെ കുരുമുളക് പൊടി വേണം. അതുപോലെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി പേസ്റ്റ് ആണെങ്കിൽ ചില്ലി പേസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യണത്. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഹണിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പനീർ ഉപ്പ് ചേർത്താണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ലെമൺ ജ്യൂസാണ്. പിന്നെ 2 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് സോസാണ്. ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. സോയ സോസ് വേണം. പിന്നെ അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടുള്ള ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പനീർ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. 2 സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. അതിലേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ പനീറും ഞാനിതുപോലെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്ത് അതും ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ പനീറും അതുപോലെ ഫ്രൈ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയ്ക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു കടായി വെച്ച് ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ജിഞ്ചർ ആൻഡ് ഗാർലിക് ക്രഷ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജിഞ്ചർ ആൻഡ് ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്രഷ് ചെയ്ത് വെച്ച ജിഞ്ചർ ആൻഡ് ഗാർലിക്കാണ്. ഇനി അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ എടുത്ത കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലി സ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് വഴറ്റി കൊടുക്കാം. ക്യാപ്സിക്കം ഒന്ന് നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി സോസിലും അതുപോലെ പനീർ ഫ്രൈ ചെയ്തപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. ഉപ്പ് കൂടി പോകരുത്. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തിരിക്കുന്ന പനീറെല്ലാം ഞാനിവിടെ ആഡ് ചെയ്തു. ഇനി അതൊന്ന് നന്നായി ഈ സോസിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ലെമൺ നമ്മൾ എടുത്ത് വെച്ചതിനെ ഒന്ന് പിഴിഞ്ഞതിൻ്റെ നീര് ചേർത്ത് കൊടുക്കാം. 1/2 ലെമൺ ജ്യൂസ് നമ്മൾ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരു ടീസ്പൂൺ കോൺഫ്ലവർ, ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കട്ടയില്ലാതെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡർ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിനി 1 ടീസ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഹണിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം. ഹണി ആഡ് ചെയ്യുമ്പോൾ ഒരു ഗ്ലേസിങ് കിട്ടും. ഞാൻ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒണിയൻ ചേർക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനോട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചില്ലി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇൻഡോ ചൈനീസ് വിഭവമാണ്. ഇത് റൊട്ടിയുടെ കൂടിയും നാനിൻ്റെ കൂടിയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.